Is 101 a term of arithmetic sequence 13, 24, 35, etc.? What about 1001? അതായത് 101ഉം 1001ഉം ഈ സീക്വൻസിലെ ഒരു ടേം ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ ഈ സീക്വൻസിലെ അടുത്തടുത്തുള്ള രണ്ട് ടേംസ് ആണ് 13, 24. അപ്പോൾ അവയുടെ ഡിഫറൻസ് കോമൺ ഡിഫറൻസ് ആണ് അല്ലേ. അതായത് 24 മൈനസ് 13 അതെത്രയാണ്? 11 ആണല്ലേ. അപ്പോൾ 11 ആണ് കോമൺ ഡിഫറൻസ്. ഇനി നമുക്ക് 101 ഈ സീക്വൻസിലെ ഒരു ടേം ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് 101ഉം ഈ സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേമും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അപ്പം ഞാനിവിടെ 101ഉം ഈ സീക്വൻസിലെ ഒരു ടേമായ 35 തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ 101 ആൻഡ് 35. അതെത്രയാണ്? 101 മൈനസ് 35 അതെത്രയാണ്? 66 ആണല്ലേ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 101 ഈ സീക്വൻസിലെ ടേം ആണോ എന്നാണ്. അപ്പോൾ 101ഉം ഒരു ടേമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 66 ആണ്. അപ്പോൾ ഈ 66 എന്തിൻ്റെ മൾട്ടിപ്പിൾ ആവണം? കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആവണം, എന്നാലേ 101 ഈ സീക്വൻസിലെ ഒരു ടേം ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? 66നെ കോമൺ ഡിഫറൻസോട് ഡിവൈഡ് ചെയ്ത് നോക്കണം. അതായത് ഡിഫറൻസ് ബൈ കോമൺ ഡിഫറൻസ്. ഇതെത്രയാണ്? ഡിഫറൻസ് 66 ആണ് കിട്ടിയത്. ബൈ കോമൺ ഡിഫറൻസ് 11 ആണ്. അതെത്ര? 66 ബൈ 11 6 ആണ് അല്ലേ. അപ്പോൾ ഒരു നാച്ചുറൽ നമ്പറാണ് 6. ഒരു നാച്ചുറൽ നമ്പറാണ്. നാച്ചുറൽ നമ്പർ കിട്ടിയോണ്ട് അതിനർത്ഥം എന്താണ്? 66 11ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. സോ ഡിഫറൻസ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ്. അതായത് 11ൻ്റെ മൾട്ടിപ്പിൾ ആണ് 66. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സോ 101 ഈസ് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 1001 ഈ സീക്വൻസിലെ ടേം ആണോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1001ഉം ഈ സീക്വൻസിലെ ഒരു ടേമും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ 1001 ആൻഡ് 35. ഞാനിവിടെ 35 എന്ന ടേമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 24 എടുക്കാം, 13 എടുക്കാം. എല്ലാം ഈ സീക്വൻസിൽ ഏതെങ്കിലും ഒരു ടേം എടുത്താൽ മതി. ഓക്കെ. (1001 മൈനസ് 35 ആണല്ലേ. അതെത്രയാണ്? 966 ആണ്. ഓക്കെ. ഇനി ഈ 966 11 ആണല്ലോ കോമൺ ഡിഫറൻസ്. 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 966നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 966 ബൈ കോമൺ ഡിഫറൻസ്, അതായത് 11. അതെത്രയാണ്? എന്താ കിട്ടിയിട്ട്? 87.8 ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. 87.8 ആണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊരു ഡെസിമൽ നമ്പറാണ്, നാച്ചുറൽ നമ്പർ അല്ല അല്ലേ. പോയിന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡിഫറൻസ് എന്താണ്? അതായത് ഈ 966 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല അല്ലേ. കാരണം 966നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് നാച്ചുറൽ നമ്പർ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് 966 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ഡിഫറൻസ് ഈസ് നോട്ട് മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ് 11. കോമൺ ഡിഫറൻസ് ആണ് 11 അല്ലേ. അപ്പോൾ 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ എന്ത് പറയാം? സോ 1001 ഈസ് നോട്ട് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. ഓക്കെ. In the table below, some arithmetic sequences are given and two numbers against each. Check whether the numbers are terms of the respective sequences. അപ്പോൾ തന്നിട്ടുള്ള സീക്വൻസ് ഫസ്റ്റ് സീക്വൻസിന് 1 എന്നും, സെക്കൻഡ് സീക്വൻസിന് 2 എന്നും, തേർഡ് സീക്വൻസിന് 3 എന്നും, അടുത്തത് 4th, അടുത്ത 5th എന്നും ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് സീക്വൻസ് നോക്കാം. ആദ്യം നമുക്ക് ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കാണാം. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ
ഈ സീക്വൻസ് എന്ന് പറഞ്ഞാൽ 11, 22, 33 അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് അടുത്തടുത്തുള്ള രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ്, അതായത് 11ഉം 22 അടുത്തടുത്തുള്ള ടേംസ് ആണല്ലോ. അപ്പോൾ 22 മൈനസ് 11 അതെത്രയാണ്? 11. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം? ഈ 123 ഈ സീക്വൻസിലെ ടേം ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 123യും ഈ സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേമും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അതായത് 123 മൈനസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേം എടുക്കാം. ഞാനിവിടെ 33 ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 123 മൈനസ് 33 അതെത്രയാണ്? 80 ആണല്ലേ. 80. ഈ 80 എന്താവണം? ഈ ഡിഫറൻസ് എന്താവണം? കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആവണം അല്ലേ. അതിപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 80യെ കോമൺ ഡിഫറൻസ് ആയ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 80/11 അതെത്രയാണ്? 7.2 ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ 7.2 എന്താണ്? ഒരു ഡെസിമൽ നമ്പറാണ്, നാച്ചുറൽ നമ്പർ അല്ല. പോയിന്റ് വരുന്നുണ്ട് അല്ലേ. നാച്ചുറൽ നമ്പർ ആണെങ്കിൽ പോയിന്റും ഫ്രാക്ഷനും ഒന്നും വരില്ല. അപ്പോൾ ഇതെന്താണ്? 80 ഈസ് നോട്ട് മൾട്ടിപ്പിൾ ഓഫ് 11 അല്ലേ. 80 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് നമുക്കെന്ത് പറയാം? 80 ഈസ് നോട്ട് മൾട്ടിപ്പിൾ ഓഫ്, സോ 123 സീക്വൻസിലെ ടേം അല്ല. യെസ് ഓർ നോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സീക്വൻസിലെ ടേം ആണോ? അല്ല. അപ്പോൾ നമുക്ക് നോ എന്ന് എഴുതാം. ഇനി അടുത്ത 132 ഈ സീക്വൻസിലെ ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 132 ഈ സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേം തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അപ്പം ഞാൻ 132വും ഈ സീക്വൻസിലെ ഒരു ടേമായി 22 തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കുന്നത്. ഓക്കെ, 132 മൈനസ് 22 അതെത്രയാണ്? 110 ആണല്ലേ. അപ്പോൾ 110 കോമൺ ഡിഫറൻസ് ആയി 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 110നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അതെത്രയാണ്? 110/11 10 ആണ് അല്ല. 10 ഒരു നാച്ചുറൽ നമ്പറാണ്, പോയിന്റും ഫ്രാക്ഷനും ഒന്നും ഇല്ല. അപ്പോൾ നമുക്കെന്ത് പറയാം? ഇതൊരു നാച്ചുറൽ നമ്പറാണ്. അതുകൊണ്ട് 110 11ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. അപ്പം എന്താ? 110 ഈസ് മൾട്ടിപ്പിൾ ഓഫ് 11. അപ്പോൾ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണ് ഈ 110 എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയും? ഇത് ഈ സീക്വൻസിലെ ഒരു ടേം ആണ്. അപ്പോൾ യെസ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത സീക്വൻസ് നോക്കാം. അടുത്ത സീക്വൻസ് ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് ആണല്ലോ. അപ്പോൾ സീക്വൻസ് ഏതാണ്? 12, 23, 34 ആണ്. അപ്പോൾ 23യുടെയും 12ൻ്റെയും ഡിഫറൻസ് ആണ് കോമൺ ഡിഫറൻസ് അല്ലേ. 23 മൈനസ് 12 അതെത്രയാണ്? അതും 11 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെയും കോമൺ ഡിഫറൻസ് 11 ആണ്. ഇനി നമുക്ക് 100 ഈ സീക്വൻസിൽ ഒരു ടേം ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ 100ഉം ഈ സീക്വൻസിൽ ഏതെങ്കിലും ഒരു ടേം തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അപ്പോൾ ഞാൻ 100ഉം 34 എന്ന ടേമും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ 100 മൈനസ് 34 എത്രയാണ്? 66 ആണല്ലേ. ഓക്കെ, അപ്പോൾ ഈ 66 11ൻ്റെ ഈ കോമൺ ഡിഫറൻസ് ആയ 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 66നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 66/11 എന്താ? 6 ആണല്ലേ. അപ്പോൾ എന്താണ്? ഒരു നാച്ചുറൽ നമ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 11ൻ്റെ മൾട്ടിപ്പിൾ ആണ് 66 അല്ലേ. അതുകൊണ്ടല്ലേ നാച്ചുറൽ നമ്പർ കിട്ടിയത്. സോ നമുക്കെന്ത് പറയാം? 66 ഈസ് മൾട്ടിപ്പിൾ ഓഫ് 11 അല്ലേ. കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണ് ഈ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് പറയാം? നമുക്ക് എന്ത് പറയാം? 100 ഈ സീക്വൻസിലെ ഒരു ടേമാണ്. യെസ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി 1000 ഈ സീക്വൻസിലെ ഒരു ടേം ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 1000 ഈ സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേം തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അപ്പോൾ 1000 മൈനസ് ഏത് ടേമാണ് എടുക്കുന്നത്? ഞാൻ ഇവിടെ 34 എന്ന ടേമാണ് എടുക്കുന്നത്. അപ്പോൾ 1000 മൈനസ് 34 അതെത്രയാണ്? 966 ആണ്. ഓക്കെ, അപ്പോൾ 966 11 ആണല്ലോ കോമൺ ഡിഫറൻസ്. 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 966നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അതെത്രയാണ്? 87.8 ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒരു പോയിന്റ് വന്നിട്ട് ഡെസിമൽ നമ്പറാണ് വന്നിട്ടുള്ളത്, നാച്ചുറൽ നമ്പർ അല്ല. അപ്പോൾ നമുക്കെന്ത് പറയാം?
966 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല, ഈസ് നോട്ട് മൾട്ടിപ്പിൾ ഓഫ് 11. അപ്പോൾ കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ അല്ല ഡിഫറൻസ്, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 1000 ഈ സീക്വൻസിലെ ടേം അല്ല. അപ്പം നോ എന്ന് എഴുതാം. ഓക്കെ, ഇനി തേർഡ് സീക്വൻസ് നോക്കാം. തേർഡ് സീക്വൻസിൽ ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇതിലെ ടേംസ് ആണ് 21, 32, 43 അല്ലേ. അപ്പോൾ 21, 32 അടുത്തടുത്തുള്ള ടേംസ് ആയതുകൊണ്ട് അവയുടെ ഡിഫറൻസ് കോമൺ ഡിഫറൻസ് ആണ്. അതായത് 32 മൈനസ് 21 അത് എത്രയാണ്, അതും 11 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദിച്ചിട്ടുള്ള 100 ഈ സീക്വൻസിലെ ടേം ആണോ എന്നാണ്. അപ്പോൾ 100ഉം ഈ സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേമും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. 100 മൈനസ്, ഞാനിവിടെ 43 എന്ന ടേമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 100 മൈനസ് 43 എത്രയാണ്, 57 ആണല്ലേ. ഓക്കെ, അപ്പോൾ 57 ഈ 11ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 57നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അത് എത്രയാണ്, 5.1 ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതൊരു ഡെസിമൽ നമ്പറാണ്, അതുകൊണ്ട് നാച്ചുറൽ നമ്പർ അല്ല. അതുകൊണ്ട് നമുക്കെന്ത് പറയാം, 57 ഈസ് നോട്ട് മൾട്ടിപ്പിൾ ഓഫ് 11. അപ്പോൾ 11ൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്തത് കൊണ്ട് എന്താണ്, 100 ഈ സീക്വൻസിലെ ടേം അല്ല. അപ്പം നോ എന്നെഴുതാം. ഈ 1000 ഈ സീക്വൻസിലെ ടേം ആണെന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1000ഉം ഈ സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേമും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ദാറ്റ് ഈസ് 1000 മൈനസ്, ഞാൻ ഈ സീക്വൻസിലെ ഒരു ടേമായി 43 ആണ് എടുക്കുന്നത്. അപ്പോൾ 1000 മൈനസ് 43 അത് എത്രയാണ്, 957 ആണ്. അപ്പോൾ 957 ഈ കോമൺ ഡിഫറൻസ് ആയ 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 957നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അത് എത്രയാണ്, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത് 87 ആണല്ലേ. അപ്പോൾ ഈസ് ഈക്വൽ ടു 87. അപ്പോൾ ഇതൊരു നാച്ചുറൽ നമ്പറാണ്. നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 957 ഈസ് മൾട്ടിപ്പിൾ ഓഫ് 11. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 1000 ഈ സീക്വൻസിലെ ഒരു ടേമാണ്. അപ്പോൾ യെസ് എന്ന് എഴുതാം. ഓക്കെ, ഇനി ഫോർത്ത് സീക്വൻസ് നോക്കാം. ഫോർത്ത് സീക്വൻസിൽ ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ സീക്വൻസ് ഏതാണ്, 1/4, 1/2, 3/4 ആണ് അല്ലേ. അപ്പോൾ 1/4ഉം 1/2ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അതായത് 1/2 മൈനസ് 1/4 അത് എത്രയാണ്, അര ഭാഗത്തിൽ നിന്നും കാൽഭാഗം പോയാൽ ബാക്കി കാൽഭാഗമാണ് അല്ലേ, അതായത് 1/4 ആണ്. ഓക്കെ, ഇനി നമുക്കെന്ത് ചെക്ക് ചെയ്യണം, 3 ഈ സീക്വൻസിലെ ഒരു ടേം ആണെന്ന് നോക്കാം. അതിന് വേണ്ടി 3യും ഇതിലേതെങ്കിലും ഒരു ടേമും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഞാൻ 3യും 1/2ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ 3 മൈനസ് 1/2 അത് എത്രയാണ്, 3 മൈനസ് 1/2 3ൽ നിന്നും അര പോയാൽ ബാക്കി 2.5 ആണല്ലേ. അപ്പോൾ 2.5, 2.5. ഇത് 2.5 എന്ത് കോമൺ ഡിഫറൻസ് 1/4 അല്ലേ. 1/4ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 2.5നെ നമുക്ക് 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അത് എത്രയാണ്, 2.5നെ നമുക്ക് ആദ്യം സാധാ ഫ്രാക്ഷൻ ആക്കാം. ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ് അല്ലേ. 2 1/2നെ നമുക്ക് എങ്ങനെ സാധാ ഫ്രാക്ഷൻ ആക്കാം, ആദ്യം 2 × 2 2 × 2 4 ആണല്ലേ. അപ്പോൾ 4 പ്ലസ് ന്യൂമറേറ്റർ 1 അല്ലേ, 1 ബൈ ഡിനോമിനേറ്റർ 2 ദാറ്റ് ഈസ് 5/2 ആണ്. ഓക്കെ, അപ്പോൾ 2.5 എന്ന് വെച്ചാൽ 5/2 ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്, 2.5ന് പകരം 5/2 എന്ന് കൊടുക്കുക. 5/2 ബൈ 1/4 അതായത് ഡിവൈഡഡ് ബൈ 1/4 എന്ന് വെച്ചാൽ എന്താ, 5/2 ബൈ എ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റു അതിൻ്റെ റെസിപ്രോക്കൽ ആണ് അല്ലേ. ബൈ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റു റെസിപ്രോക്കൽ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 9th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റു 1/4ൻ്റെ റെസിപ്രോക്കൽ എന്താ, 4/1 അതായത് ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററും ഡിനോമിനേറ്ററിൽ ന്യൂമറേറ്ററിൽ ഇടുന്നതാണ് റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വരും 5 × 4 ബൈ 2 × 1 5 × 4 20 അല്ലേ, 20 ബൈ ഡിനോമിനേറ്ററിൽ 2 × 1 2 20/2 അത് 10. അപ്പോൾ 10 ഒരു നാച്ചുറൽ നമ്പറാണ് അല്ലേ. നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് നമുക്കെന്ത് പറയാം, 2.5
ഈസ് മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ് 1/4. ഓക്കെ, അപ്പോൾ അതിനർത്ഥം എന്താണ്? 3 ഈ സീക്വൻസിലെ ഒരു ടേം ആണ്. അപ്പോൾ നമുക്കവിടെ യെസ് ഒന്ന് കൊടുക്കാം. ഇനി 4 ഈ സീക്വൻസിലെ ഒരു ടേം ആണെന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 4ൽ നിന്നും ഒരു ടേം മൈനസ് ചെയ്യാം. ദാറ്റ് ഈസ് 4 മൈനസ്, ഞാൻ ഹാഫ് എന്ന ടേം തന്നെയാണ് എടുക്കുന്നത്. 4 മൈനസ് ഹാഫ് എന്താ? 4ൽ നിന്നും അര ഭാഗം പോയാൽ 3.5 അല്ലേ? അതായത് 3.5 ആണ്. 3.5 എന്ന് വെച്ചാൽ ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണല്ലേ. അപ്പോൾ ഇതിനെ എങ്ങനെ സാധാ ഫ്രാക്ഷൻ ആക്കാം? ആദ്യം 3 × 2, 3 × 2 എന്ന് വെച്ചാൽ 6 അല്ലേ. അപ്പോൾ 6 പ്ലസ് ന്യൂമറേറ്റർ 1 ആണ് ബൈ ഡിനോമിനേറ്റർ 2, ദാറ്റ് ഈസ് 7/2 ആണ്. ഓക്കെ, അപ്പോൾ 3.5 എന്ന് വെച്ചാൽ 7/2 ആണ്. അപ്പോൾ ഈ 7/2 കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 7/2നെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് 7/2 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് എന്താ? 1/4 അല്ലേ? 1/4 അത് എത്രയാണ്? 7/2 ബൈ എ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റു റെസിപ്രോക്കലാണ് അല്ലേ. അപ്പോൾ 7/2 ഇൻറ്റു 1/4ൻ്റെ റെസിപ്രോക്കൽ 4/1. ഓക്കെ, ദാറ്റ് ഈസ് ന്യൂമറേറ്ററിൽ 7 × 4 അത് 28 ആണ്. ബൈ ഡിനോമിനേറ്ററിൽ 2 × 1 2 ആണ്. 28/2 അത് എത്ര? 14. അപ്പോൾ അതൊരു നാച്ചുറൽ നമ്പർ ആണ് അല്ലേ. അപ്പോൾ നാച്ചുറൽ നമ്പർ കിട്ടി. അതിനർത്ഥം എന്താണ്? 7/2 ഈസ് മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ് 1/4. അപ്പോൾ അതിനർത്ഥം എന്താ? മൾട്ടിപ്പിൾ ആണ് അത്. അപ്പോൾ 4 ഈ സീക്വൻസിലെ ഒരു ടേം ആണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? യെസ് എന്ന് എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് സീക്വൻസ് നോക്കാം. 3/4, 1.5, 2, 1/4 ആണല്ലേ. അപ്പോൾ ആദ്യ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള 2 ടേംസിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇതിലെ 2 ടേംസ് ആണ് 3/4ഉം 1.5. 3/4ൻ്റെയും 1.5ൻ്റെയും ഡിഫറൻസ് നോക്കാം. അതായത് 1.5 മൈനസ് 3/4 അത് എത്രയാണ്? അത് നമുക്ക് 1.5നെ സാധാ ഫ്രാക്ഷൻ ആക്കാം. 1.5 എന്ന് പറഞ്ഞാൽ ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണല്ലോ. ഇതിനെങ്ങനെ സാധാ ഫ്രാക്ഷൻ ആക്കാം? ആദ്യം 1 × 2. 1 × 2 എന്താ? 2 ആണല്ലേ. 2 പ്ലസ് ന്യൂമറേറ്റർ 1 ആണ് ബൈ ഡിനോമിനേറ്റർ 2, ദാറ്റ് ഈസ് 2 + 1 3 അല്ലേ. 3/2. 1.5 എന്ന് വെച്ചാൽ 3/2 ആണ്. ഓക്കെ, അപ്പോൾ 3/2 മൈനസ് 3/4 അത് എത്രയാണ്? 3/2 മൈനസ് 3/4 എന്ന് വെച്ചാൽ ആദ്യം 3 × 4 3 × 4 12 അല്ലേ. അപ്പോൾ 12 അടുക്കുള്ള സൈന് മൈനസ് ആണ്. പിന്നെ ഈ 2 × 3 2 × 3 എന്താ? 6 ആണ് ബൈ ഡിനോമിനേറ്ററിൽ ഈ 2 × 4 അതെന്താ? 8. ഓക്കെ, ദാറ്റ് ഈസ് 12 മൈനസ് 6 6 അല്ലേ. 6/8. 6നെ നമുക്ക് 3 × 2 എന്ന് എഴുതാം അല്ലേ. കാരണം 3 × 2 എന്ന് വെച്ചാൽ 6 ആണ്. 8നെ നമുക്ക് 4 × 2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്ററിലുള്ള 2ഉം ഡിനോമിനേറ്ററിലുള്ള 2ഉം കൂടി ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ? 3/4 ആണ് അല്ലേ. അപ്പോൾ 3/4 ആണ്. 3/2 മൈനസ് 3/4 എന്ന് വെച്ചാൽ ഓക്കെ. അപ്പോൾ ആൻസർ എന്താ? 3/4. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 3 ഈ സീക്വൻസിലെ ഒരു ടേം ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 3ൽ നിന്ന് ഈ സീക്വൻസിൽ ഏതെങ്കിലും ഒരു ടേം മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ 3ൽ നിന്നും 1.5 എന്ന ടേം ആണ് മൈനസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 3 മൈനസ് 1.5 അത് എത്രയാണ്? 3ൽ നിന്നും 1 പോയാൽ 2 ആണ്. 2ൽ നിന്നും ഹാഫ് പോയാൽ 1.5 ആണല്ലേ. അപ്പോൾ 1.5 ആണ് ആൻസർ. ഈ 1.5 എന്ന് വെച്ചാൽ നമ്മൾ കണ്ടല്ലോ എത്രയാണ്? സാധാ ഫ്രാക്ഷനൊക്കെ മിക്സ് 3/2 ആണ് നമ്മൾ ഓൾറെഡി കണ്ടു. ഓക്കെ, അപ്പോൾ ഈ 3/2 കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 3/2നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? കോമൺ ഡിഫറൻസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത് 3/4 ആണല്ലോ കോമൺ ഡിഫറൻസ്. അപ്പോൾ 3/2 ഡിവൈഡഡ് ബൈ 3/4 ദാറ്റ് ഈസ് 3/2 ബൈ എ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റു അതിൻ്റെ റെസിപ്രോക്കലാണ് അല്ലേ. അപ്പോൾ ഇൻറ്റു 3/4ൻ്റെ റെസിപ്രോക്കൽ 4/3 ദാറ്റ് ഈസ് ന്യൂമറേറ്ററിൽ 3 × 4 അത് 12 ആണ് ബൈ ഡിനോമിനേറ്ററിൽ 2 × 3 അത് 6 ആണ്. 12/6 അത് എത്ര? 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു നാച്ചുറൽ നമ്പറാണ് കിട്ടിയിട്ടുള്ളത്. പോയിൻറ്റും ഫ്രാക്ഷനും ഒന്നുമില്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്? 3/2 ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3/4 അത് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണ്. അതിനർത്ഥം എന്താണ്? 3 ഈ സീക്വൻസിലെ ഒരു ടേം ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയാം? യെസ് എന്ന് എഴുതാം.
ഇനി നമുക്ക് 4 ഈ സീക്വൻസിലെ ഒരു ടേം ആണോ ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 4ഉം ഈ സീക്വൻസിലെ ഒരു ടേം തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അപ്പം ഞാനും 1.5 തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കുന്നത്. 4 മൈനസ് 1.5 അത് എത്രയാണ്? 4 മൈനസ് 1 3 ആണ്. 3 മൈനസ് ഹാഫ് 2.5 ആണ് അല്ലേ. അപ്പോൾ 2.5 എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കണ്ട് എത്ര 5/2 ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ട്. 5/2. ഇനി ഇത് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 5/2നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കോമൺ ഡിഫറൻസ് 3/4 ആണല്ലോ. 3/4 അത് എത്രയാണ്? 5/2 ബൈ എ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റു അതിൻ്റെ റെസിപ്രോക്കൽ. ഇൻറ്റു 3/4ൻ്റെ റെസിപ്രോക്കൽ എന്താ? 4/3. ദാറ്റ് ഈസ് ന്യൂമറേറ്ററിൽ 5 × 4 അത് 20 ആണ്. ബൈ ഡിനോമിനേറ്ററിൽ 2 × 3 അത് 6 ആണ് അല്ലേ. അപ്പോൾ 20/6 എത്രയാണ്? 3.3 ആണ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതൊരു ഡെസിമൽ നമ്പറാണ്, നാച്ചുറൽ നമ്പർ അല്ല. അപ്പോൾ എന്താണ്? 5/2 ഈസ് നോട്ട് മൾട്ടിപ്പിൾ ഓഫ് 3/4. ഓക്കെ, അപ്പോൾ ഇത് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ അല്ല. മൾട്ടിപ്പിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താ പറയാം? 4 ഈസ് നോട്ട് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. അപ്പോൾ നമുക്കിവിടെ നോ എന്ന് എഴുതാം. ഓക്കെ.